കല്ലടിക്കോട് അപകടത്തിൽ മരിച്ച 4 പെൺകുട്ടികളുടെ മൃതദേഹം ഇപ്പോൾ കരിമ്പനക്കൽ ഓഡിറ്റോറിയത്തിൽ പൊതുദർശനത്തിന് വച്ചിരിക്കുകയാണ്. നിരവധി ആളുകളാണ് അന്ത്യാഞ്ജലി അർപ്പിക്കാനായി അവിടേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത്. മന്ത്രിമാരായ കെ കൃഷ്ണൻകുട്ടി, എം പി രാജേഷ് എന്നിവർ അല്പസമയം മുമ്പാണ് അവിടെ എത്തി അന്തിമോപചാരം അർപ്പിച്ചത്. ഇപ്പോഴും നിരവധി പേർ ഈ ഹാളിന് പുറത്ത് കാത്തു നിൽക്കുന്നുണ്ട്. 10 മണിവരെയാണ് പൊതുദർശനം പറഞ്ഞിട്ടുള്ളത്. 10 മണിക്ക് തുപ്പനാട് ജുമാ മസ്ജിദിൽ ഖബറടക്കം നടക്കും. ഇന്നലെ പരീക്ഷയ്ക്ക് പോയ കുട്ടികളാണ് 3:40 ഈ അപകടത്തിൽപ്പെട്ടത്. പരീക്ഷയ്ക്ക് പോയി മടങ്ങവെയായിരുന്നു പാലക്കാട് പനയമ്പാട് വളവിൽ ഈ അപകടം ഉണ്ടായത്. ഒരു പതിവ് അപകട വളവാണത്. പാലക്കാട് നിന്നും മണ്ണാർക്കാട് ഭാഗത്തേക്ക് സിമൻറ്റുമായി വന്ന ലോറി മുൻവശത്ത് എതിർദിശയിൽ വന്ന ലോറിയുടെ പിൻഭാഗം ഈ ലോറിയിൽ ഇടിക്കുകയും നിയന്ത്രണം വിട്ട് സിമൻറ്റ് ലോറി മറിയുകയുമായിരുന്നു. കുട്ടികൾ അതിനിടയിൽ അടിയിൽ പെട്ടുപോയതാണ് മരണകാരണമായത്. 5 കുട്ടികളായിരുന്നു ഉണ്ടായിരുന്നത്. ഇതിലൊരാൾ അത്ഭുതകരമായി രക്ഷപ്പെട്ടു. വലിയ ഭാരമുള്ള സിമൻറ്റ് ലോറി ഉയർത്തി കുട്ടികളെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും രക്ഷിക്കാനായില്ല. വലിയ ദുഃഖത്തിലാണ് ആ നാടുള്ളത്. ഇപ്പോൾ 4 പേരുടെയും മൃതദേഹം പൊതുദർശനത്തിന് വെച്ചിരിക്കുകയാണ്. ഒരു വലിയ ഹാളാണ് കരിമ്പനക്കൽ ഹാൾ. അവിടെ പോലും നിൽക്കാനിടമില്ലാത്തത്രയും ആളുകൾ അങ്ങോട്ടേക്ക് എത്തിയിരിക്കുന്നു. കണ്ടവർ ഒരു വശത്തുകൂടി പുറത്തേക്ക് ഇറങ്ങുകയാണ്. എന്നിട്ട് പോലും ആളൊഴിയാതെ നിൽക്കുന്നു അവിടെ എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാകുന്ന ദൃശ്യങ്ങളിൽ നിന്ന്. ഇനിയും 1 മണിക്കൂർ മാത്രമേ ഉള്ളൂ അവർക്ക് അന്തിമോപചാരം അർപ്പിക്കാനുള്ള സമയം. 10 മണിയോടെ തന്നെ ഖബറടക്ക ചടങ്ങുകൾ നടക്കും. അതിനു മുൻപ് ഒരു നോക്ക് കാണാനായി, കുട്ടികളെ ഒരു നോക്ക് കാണാനായി പലയിടങ്ങളിൽ നിന്നായി ആളുകൾ എത്തുന്നു. അവരുടെ വിടവാങ്ങലിൽ ദുഃഖം താങ്ങാനാകാതെ അവരുടെ അധ്യാപകരും സുഹൃത്തുക്കളും സഹപാഠികളുമൊക്കെ വീട്ടിലേക്ക് എത്തിയത് നമ്മൾ കണ്ടു. അവർക്ക് ഇപ്പോഴും അംഗീകരിക്കാനായിട്ടില്ല. ഈ 4 പേരും അവർക്കൊപ്പം ഇനിയില്ല എന്നുള്ള വാർത്ത ഇപ്പോഴും അംഗീകരിക്കാനായിട്ടില്ല. കുട്ടികൾ ഏങ്ങലടിച്ച് കരയുന്നത് നമ്മൾ കണ്ടു. ഇപ്പോൾ കരിമ്പനക്കൽ ഓഡിറ്റോറിയത്തിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് കാണുന്നത്. അണമുറിയാതെ ആളുകൾ എത്തിക്കൊണ്ടേയിരിക്കുകയാണ്. ആ വരി അങ്ങനെ നീണ്ടുപോകുന്നു പിന്നിലേക്ക്. ഇനിയും 1 മണിക്കൂർ സമയം മാത്രമാണ് ഉള്ളത്. അതിനുശേഷം ഖബറടക്കം. റോഡിനെ സംബന്ധിച്ചുള്ള വലിയ അനാസ്ഥ ഉണ്ട് എന്നും ആ പരാതിയുമൊക്കെ നിലനിൽക്കുകയാണ്. അത് സംബന്ധിച്ച യോഗം ഇന്ന് വിളിച്ചിട്ടുണ്ട്. ഇനിയൊരു അപകടം അവിടെ ഉണ്ടാകരുത് എന്ന ആവശ്യമാണിപ്പോൾ നാട്ടുകാർ ഉന്നയിക്കുന്നത്. ഇതിനു മുൻപും നിരവധി അപകടങ്ങൾ പല സമയത്തായി നടന്ന സ്ഥലമാണത്. അതുകൊണ്ട് തന്നെ ഇനിയൊരു ജീവൻ അവിടെ പൊലിയരുത് എന്നതാണിപ്പോൾ നാട്ടുകാർ ആവശ്യപ്പെടുന്നത്. നേരത്തെ MLA സംസാരിക്കുമ്പോഴും പഞ്ചായത്ത് പ്രസിഡന്റ് സംസാരിക്കുമ്പോഴും ഒക്കെ മനസ്സിലായ ഒരു കാര്യം, സർക്കാർ തലത്തിലൊരു വലിയ ഇടപെടൽ അവിടെ വേണമെന്നുള്ളതാണ്. പാലക്കാട് കല്ലടിക്കോട് തുപ്പനാട് കരിമ്പനക്കൽ ഹാളിനുള്ളിലും പുറത്തും ഇപ്പോൾ കണ്ണീർ മഴ പെയ്യുകയാണ്. പ്രിയപ്പെട്ടവരുടെ പേര് വിതുമ്പി വിളിക്കുന്ന, ഹൃദയം പൊട്ടുന്ന നിമിഷങ്ങൾ. അത്രമേൽ പിരിയാ കൂട്ടുകാരായിരുന്നവരാണ് ഇന്നലെ വൈകുന്നേരത്തെ ആ ഒരൊറ്റ നിമിഷം. പനയമ്പാടത്തെ ശപിക്കപ്പെട്ട നിമിഷത്തിൽ നമ്മളെ വിട്ടുപിരിഞ്ഞത്. നാട് വിട ചൊല്ലുകയാണ്. നിത, റിത, ഇർഫാന, ആയിഷ, ഈ 4 പേരും നമ്മളെ വിട്ട് മടങ്ങുകയാണ്. ക്രിസ്മസ് പരീക്ഷ കഴിഞ്ഞ് ഒന്നിച്ച് വീടുകളിലേക്ക് മടങ്ങിയ ആ യാത്രയാണ് അവരുടെ അവസാന യാത്രയായത്. ഒപ്പമുണ്ടായിരുന്ന അജിനെ ജീവിതത്തിൽ ബാക്കിയാക്കി 4 പേരും ഓർമ്മയായി. എന്നും ഒരുമിച്ചായിരുന്നു അവർ. അയൽവാസികൾ, സമപ്രായക്കാർ, സഹപാഠികൾ, ഒന്നിച്ചെടുത്ത ഫോട്ടോകൾ. അവരെ ഈ നാട് അങ്ങനെയാണ് യാത്രയാക്കുന്നത്, മരണത്തിലും ഒരുമിച്ച്. അവർക്ക് അന്ത്യവിശ്രമത്തിനുള്ള ഖബർ അവിടെ ഒരുങ്ങുന്നുണ്ട്. ഇന്നലെ വരെ കളിച്ചു ചിരിച്ച് നടന്ന
അവർക്ക് കണ്ണീരിൽ ചാലിച്ച യാത്രാമൊഴി. പൂമ്പാറ്റകളെ പോലെ ആ നാട്ടിൽ പാറി നടന്ന ആ 4 കുഞ്ഞുങ്ങൾക്കാണ് ഹൃദയഭേദകം എന്ന വാക്ക് പോലും ഉപയോഗിക്കാൻ കഴിയാത്ത വിധം, എന്തു പറയണമെന്നറിയാത്ത വിധം ആ നാട് ആ കുഞ്ഞുങ്ങൾക്ക്, ആ 4 കുഞ്ഞുങ്ങൾക്ക് ഒരുമിച്ച് വിട നൽകുകയാണ്. മദ്രസ മുതൽ ഒരുമിച്ച് കളിച്ച് പഠിച്ച് നടന്ന കൂട്ടുകാർ, 8ാം ക്ലാസ് വരെ ഒരുമിച്ച് പഠിച്ചവർ, കൈപിടിച്ച് നടന്നവർ, അവരാണ് മരണത്തിലും ഒരുമിച്ചായത്. ഒരുപാട് പ്രതീക്ഷയോടുകൂടി ആ കുഞ്ഞുങ്ങളെ, ആ 4 കുഞ്ഞുങ്ങളുടെയും അവരുടെ വീട്ടുകാർ സ്കൂളിലേക്ക് പറഞ്ഞയച്ചപ്പോൾ തിരിച്ച് തങ്ങളുടെ മക്കൾ ചേതനയില്ലാതെയാണ് വീട്ടിലേക്ക് എത്തിയത് എന്നിപ്പോഴും വിശ്വസിക്കാനാവാതെ ആ വീട്ടിലിരുന്ന അച്ഛനെയും അമ്മയെയും നമ്മൾ കണ്ടു. പേരെടുത്ത് വിളിച്ചുകൊണ്ട് ഉറക്കെ വിളിച്ചു പറഞ്ഞ് പൊട്ടിക്കരയുന്ന കൂട്ടുകാരെ കണ്ടു. ഇപ്പോഴും അവർ വിശ്വസിക്കുന്നുണ്ടാവില്ല നാളെ ഈ 4 കുഞ്ഞുങ്ങളും തങ്ങൾക്കൊപ്പം ഉണ്ടാവില്ല എന്ന്. ഓരോ കുഞ്ഞുങ്ങളെയും ഓർത്ത് അവർ മിടുക്കരായിരുന്നു എന്ന് പറഞ്ഞ് നെഞ്ചുപൊട്ടിക്കരയുന്ന അവരുടെ പ്രിയപ്പെട്ട അധ്യാപകരെ നമ്മൾ കണ്ടു. അത്രമേൽ ഹൃദയഭേദകമായ കാഴ്ച, ഉള്ളുലച്ചു പോകുന്ന കാഴ്ച എന്ന അക്ഷരാർത്ഥത്തിൽ പറയാൻ സാധിക്കുന്ന കാഴ്ച. എല്ലാവരും പള്ളിയിൽ ഊടുകൊടുത്ത് കാത്തിരിക്കേണ്ടതാണ്. ഇവിടെ പ്രയാസങ്ങളുണ്ട്. ആ 4 കുഞ്ഞുങ്ങളെയും ആ ഹാളിനുള്ളിൽ കണ്ടുമടങ്ങുമ്പോൾ ഹൃദയം പൊട്ടിയല്ലാതെ, കണ്ണീര് പൊഴിച്ചല്ലാതെ അവിടെ നിന്നൊരു മനുഷ്യൻ പോലും പുറത്തേക്ക് ഇറങ്ങുന്നില്ല എന്നുള്ളതാണ്. അത്രമേൽ ആ നാട് വേദനിക്കുന്നുണ്ട്. ആ 4 കുഞ്ഞുങ്ങളുടെ വിടവാങ്ങൽ. ഇന്നലെ വരെ പൂമ്പാറ്റകളെ പോലെ അവിടെ പാറി നടന്ന കുഞ്ഞുങ്ങളാണ് ഒരൊറ്റ നിമിഷം ഇല്ലാതായതെന്ന് വിശ്വസിക്കാൻ ഒരു പക്ഷേ ആ നാടിന് ഇപ്പോഴും സാധിക്കുന്നുണ്ടാവില്ല. ഇന്നലെ നമ്മളെയൊക്കെ ഏറെ വേദനിപ്പിച്ചൊരു ദൃശ്യമുണ്ടായിരുന്നു. കൂട്ടുകാർക്കൊപ്പം എടുത്ത ഫോട്ടോ മൊബൈൽ ഫോണിൽ കാണിച്ച ആ രക്ഷപ്പെട്ട ഒരേയൊരു പെൺകുട്ടി അജ്ന, അവൾ വിതുമ്പിയത്. താൻ തെന്നി മാറിയത് കൊണ്ട്, ഒരു കുഴിയിലേക്ക് വീണത് കൊണ്ട് മാത്രം അത്ഭുതകരമായി രക്ഷപ്പെട്ട ആ പെൺകുട്ടിയുടെ വാക്കുകളും നമ്മളേറെ വേദനിപ്പിച്ചിരുന്നു. തൻ്റെ കൂട്ടുകാർക്കൊപ്പം, ആ നമ്മളെ വിട്ടുപോയ 4 പെൺകുട്ടികൾക്കൊപ്പം, ആ കുഞ്ഞുങ്ങൾക്കൊപ്പം എടുത്ത ഫോട്ടോ കാണിച്ച് അജ്ന പറഞ്ഞതും നമ്മളെയൊക്കെ ഏറെ വേദനിപ്പിക്കുന്നുണ്ട്. ആ 4 പേരും പോയി, ഇനി താൻ മാത്രമെന്ന്. കുഞ്ഞുനാൾ മുതലുള്ള കൂട്ടുകാരെ ഒറ്റ നിമിഷം കൊണ്ടാണ് അജ്നയുടെ കൈപ്പിടിയിൽ നിന്ന് വിധി തട്ടിത്തെറിപ്പിച്ചത്. കൂട്ടുകാർ അവസാന നിമിഷം കൈമാറിയ നനഞ്ഞ കുടയും റൈറ്റിംഗ് ബോർഡും നെഞ്ചിലടക്കി പിടിച്ച് ആന്തലോടുകൂടി എന്താണ് സംഭവിച്ചതെന്ന് പോലും മനസ്സിലാക്കാതെ അവൾ നിന്നത് നമ്മൾ ഇന്നലെ കണ്ടതാണ്. അത്രമേൽ നമ്മളെയൊക്കെ വേദനിപ്പിച്ചൊരു അപകടം. നേരത്തെ അനുമോദ് പറയുന്നുണ്ടായിരുന്നു, അവിടെ നിന്ന സമയത്ത് നമ്മൾ ഇതുവരെ കാണാത്ത കുഞ്ഞുങ്ങളാണ്, നമുക്ക് പരിചയമില്ലാത്ത കുഞ്ഞുങ്ങളാണ്, അവരെ ആരെയും നമുക്കറിയില്ല. പക്ഷേ ആ സ്ഥലത്ത് നിൽക്കുമ്പോൾ, അല്ലെങ്കിൽ ഇപ്പോൾ ദൃശ്യങ്ങളിൽ അവരെ ഇങ്ങനെ കാണുമ്പോൾ, നമ്മുടെ വളരെ വേണ്ടപ്പെട്ട ആരോ നഷ്ടപ്പെട്ടൊരു വേദനയാണ് ഇത് പറയുമ്പോഴും ഇത് കാണുമ്പോഴും ഒക്കെ ഓരോരുത്തർക്കും അനുഭവപ്പെടുന്നത്. അത്രമാത്രം ഒരു നാട് മുഴുവൻ, കേരളം മുഴുവൻ തേങ്ങുകയാണ് ആ 4 കുഞ്ഞുങ്ങളുടെയും വേർപാടിൽ എന്ന കാര്യത്തിൽ സംശയമില്ല. തുപ്പനാട് കരിമ്പനക്കൽ ഹാളിൽ അവസാനമായി അവരെ കാണാൻ ആയിരങ്ങളാണ് അങ്ങോട്ടെത്തുന്നത്. ഈ 4 പെൺകുഞ്ഞുങ്ങളെ കുറിച്ച് പറയുമ്പോഴും അവരുടെ അധ്യാപകർക്ക് വാക്കുകൾ കിട്ടുന്നില്ല. ആയിഷയെ കുറിച്ച് പറഞ്ഞത് നമ്മൾക്ക് ഓർമ്മയുണ്ട്. 2ാം ക്ലാസ് മുതൽ സ്കൂളിലെ മണവാട്ടിയായിരുന്നു അവളെന്ന്. അത്രമാത്രം കലയിലും പഠിത്തത്തിലുമൊക്കെ മുന്നിട്ട് നിന്ന കുഞ്ഞുങ്ങളാണ് നമ്മോട് വിട പറഞ്ഞത്. അബ്ദുൽ സലാമിൻ്റെയും ഫാരിസയുടെ മകൾ PA ഇർഷാന ഷെറി, പെട്ടേത്തൊടി അബ്ദുൾ റഫീഖിൻ്റെയും ജസീനയുടെ മകൾ റിത ഫാത്തിമ, കവളേങ്ങിൽ സലീമിൻ്റെയും
നബീസയുടെ മകൾ നിദ ഫാത്തിമ, അത്തിക്കൽ ഷറഫുദ്ദീൻ്റെയും സജനിയുടെ മകൾ AS ആയിഷ എന്നീ 4 കുഞ്ഞുങ്ങളാണ് മരിച്ചത്.